ബി.ജെ.പിയിൽ നിന്നും കഴിഞ്ഞ ദിവസം രാജിവെച്ച നടൻ ദേവൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിൽ ചേരും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ബി.ജെ.പിയിൽ അവഗണന നേരിടുന്നുവെന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും തന്റെ അംഗത്വവും ദേവൻ രാജിവെച്ചത്. രാജിക്ക് പിന്നാലെ ടി.വി.കെയുമായി സഹകരിക്കുന്നത് ആലോചനയിലുണ്ടെന്ന് ദേവൻ പറയുകയും ചെയ്തു. ടി.വി.കെയിൽ അംഗത്വമെടുക്കാൻ താല്പര്യമുണ്ടെന്ന് ദേവൻ വ്യക്തമാക്കിയതായി പാർട്ടിയുടെ കേരളത്തിലെ നേതാവ് സതീഷ് തോന്നക്കലാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ടി.വി.കെ പാർട്ടിയുടെ കേരള കോർഡിനേറ്റർ സതീഷ് തോന്നക്കൽ കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലെ വീട്ടിലെത്തി ദേവനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിജയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ സന്ദർശനം എന്നാണ് സൂചനകൾ. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ദേവൻ ടി.വി.കെ അംഗത്വം എടുത്തേക്കുമെന്ന് സതീഷ് തോന്നക്കൽ വ്യക്തമാക്കിയത്. വിജയുമായി ദേവൻ കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നും പറയുന്നു. കഴിഞ്ഞ ദിവസം ആലപ്പുഴ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു പരിപാടിയുടെ വേദിയിൽ വെച്ചാണ് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും നടനുമായ ദേവൻ ബി.ജെ.പിയിൽ നിന്നും രാജിവെക്കുന്നതായി പരസ്യമായി പ്രഖ്യാപിച്ചു. താൻ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരാളാണെന്നും ബി.ജെ.പിയിൽ ചേർന്നതിന് ശേഷം അത് പ്രാവർത്തികമാക്കാൻ തനിക്ക് സാധിച്ചില്ലെന്നും ദേവൻ പറഞ്ഞു. ദേവന്റെ പാർട്ടിയായ കേരള പീപ്പിൾസ് പാർട്ടി നേരത്തെ ബി.ജെ.പിയിൽ ലയിച്ചിരുന്നു. ഈ പാർട്ടിയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുമെന്നും ദേവൻ പറഞ്ഞിരുന്നു. ബി.ജെ.പി കേരള നേതൃത്വത്തിനെതിരെയും ദേവൻ തുറന്നടിച്ചു. തനിക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ലെന്നും 5 വർഷം താൻ കാത്തിരുന്നുവെന്നും ദേവൻ പറയുന്നു. ബി.ജെ.പിയിലെ പ്രധാന പ്രശ്നം ഗ്രൂപ്പിസം ആണെന്നും ദേവൻ ആരോപിക്കുന്നു. വളരെ ആലോചിച്ച ശേഷമാണ് ബി.ജെ.പിയിൽ നിന്നും രാജിവെക്കാൻ തീരുമാനിച്ചത്. ഈ കാര്യം ചർച്ച ചെയ്യാൻ കേരള നേതാക്കളെ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിരുന്നു. എന്നാൽ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും അവരാരും റിപ്ലൈ ചെയ്തില്ല. എന്തെങ്കിലും സ്ഥാനത്തിന് മോഹിച്ച് നിൽക്കുന്ന ആളായിരുന്നുവെങ്കിൽ എല്ലാം സഹിച്ച് കടിച്ചു തൂങ്ങി അവിടെ നിൽക്കുമായിരുന്നു. തനിക്ക് അങ്ങനെ സഹിക്കാൻ പറ്റില്ല. ഹിന്ദുക്കൾ പോലും ഭയക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി എന്നും ദേവൻ അന്ന് തുറന്നു പറഞ്ഞിരുന്നു. ദേവൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിന്റെ പാർട്ടിയായ ടി.വി.കെയുമായി സഹകരിച്ചാൽ അത് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുമോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ന്യായമായ ആവശ്യത്തെ പോലും തള്ളിക്കളയുന്ന വിജയ് എന്ന നേതാവുമായി ശ്രീനാരായണ ഗുരുവിന്റെ മാർഗം പിന്തുടരുന്ന ദേവന് ഒത്തുപോകാൻ കഴിയുമോ എന്ന കാര്യവും സംശയമാണ്. വിജയിന്റെ തമിഴക വെട്രിക്കഴകം കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് ബി.ജെ.പി നേതാവും കേന്ദ്ര മന്ത്രിയുമായ സുരേഷ് ഗോപിയും നേരത്തെ പറഞ്ഞിരുന്നു. പ്രവർത്തിച്ച് തെളിയിക്കുന്നതിന് മുൻപ് വിജയിനെ വിമർശിക്കുന്നത് ശരിയല്ലെന്ന് കൂടെ അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തിന് ഒരു അവസരം നൽകിയിട്ടുണ്ട്. അത് നന്നായി ചെയ്യട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. തമിഴ്നാട്ടിൽ വിജയിച്ച ഒരു പാർട്ടി കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം വരുന്നെങ്കിൽ വരട്ടെ, കേരളത്തിൽ എവിടെ വേണമെങ്കിലും വന്ന് പാർട്ടി തുടങ്ങട്ടെ, എല്ലാവരും വന്ന് ജനങ്ങൾക്ക് നല്ലത് ചെയ്യട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിയ ടി.വി.കെയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ട് വയനാട്ടിൽ പലയിടത്തും വലിയ ഫ്ലെക്സ് ബോർഡുകൾ അന്ന് സ്ഥാപിച്ചിരുന്നു. അന്ന് തൊട്ടേ കേരള രാഷ്ട്രീയത്തിലേക്ക് ടി.വി.കെ പാർട്ടിയുടെ വരവ് ചർച്ചയായി മാറുകയും ചെയ്തു. പിന്നീട് വയനാട്ടിലും പാലക്കാടും തൃശ്ശൂരുമൊക്കെ ടി.വി.കെയുടെ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തിരുന്നു.